കാസർഗോഡ് നീലേശ്വരത്തെ കുടുംബത്തെ CPM പ്രവർത്തകർ ഊരുവിലക്കിയ സംഭവത്തിൽ പരാതിയുമായി കുടുംബം. ഇന്നലെയാണ് നീലേശ്വരം പാലായിയിലെ രാധയും മക്കളും CPM പ്രവർത്തകർക്കെതിരെ പോലീസിൽ പരാതി നൽകിയത്. സ്വന്തം പുരയിടത്തിൽ നിന്ന് തേങ്ങ ഇടിക്കുന്നതിൽ നിന്ന് CPM പ്രവർത്തകർ തടയുന്നതായും ഭീഷണിപ്പെടുത്തുന്നതായും ഊരുവിലക്കിയതായും പരാതിയിൽ പറയുന്നുണ്ട്. ജനം ടിവിയാണ് ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത്. ദിസ്ന സുരേഷ് ചേർന്നുണ്ട്. ദിസ്ന, ഇന്നലെ രാവിലെ നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. കേട്ടാൽ തന്നെ അറയ്ക്കുന്ന തെറിവിളികളും ഒപ്പം മർദ്ദനം ആണ് ഈ രാധയും മക്കൾക്കും നേരെ CPM പ്രവർത്തകർ അഴിച്ചുവിട്ടത്. ഊരുവിലൊക്കെ വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും അതിനിടയിൽ തന്നെ ഈ CPM പ്രവർത്തകരിൽ ഒരാൾ പറയുന്നുണ്ട്, പിണറായി ഭരിക്കുന്ന നാടാണ് എന്ന് ഓർമ്മ വേണമെന്ന്. തീർച്ചയായും രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളാണ് ഈ വാർത്ത ആദ്യമായി പുറത്തു കൊണ്ടുവരുന്നത്. ഈ വാർത്തയിൽ ഈ വീഡിയോയിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് വലിയൊരു രീതിയിലുള്ള അശ്ലീല ഭാഷ ഉപയോഗിച്ച് വലിയ രീതിയിൽ സ്ത്രീകളാണെന്നൊരു പരിഗണന പോലും നൽകാതെ വലിയ രീതിയിലുള്ള ഒരു തെറിവിളിയായിരുന്നു CPM പ്രാദേശിക നേതാക്കൾ നടത്തിയിരുന്നത്. സ്വന്തം പറമ്പിൽ നിന്നും തേങ്ങ ഇടിക്കാൻ പോലുള്ള സ്വാതന്ത്ര്യം അനുവദിക്കാതെ രാധയും കുടുംബത്തെയും ഊരുവിലക്കിയിരിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. 2016 മുതൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നം നിലനിന്നിരുന്നതായി രാധ നമ്മളോട് വ്യക്തമാക്കിയിരുന്നു. ഈ കുടുംബത്തെ ഒന്നാകെ അവഗണിക്കുന്ന രീതിയിലായിരുന്നു അവിടുത്തെ പ്രാദേശിക നേതാക്കൾ പെരുമാറിയിരുന്നത്. അയൽവക്കക്കാരോട് പോലും സഹകരിക്കേണ്ട എന്ന് പ്രാദേശിക നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. മാത്രവുമല്ല, പണികൾക്കായി ആളുകൾ ഇവരുടെ കുടുംബത്തിലേക്ക് വരുമ്പോൾ അവരെയൊക്കെ തന്നെയും ആട്ടിപ്പായിക്കുന്ന ഒരു സമീപനമാണ് ഈ പ്രാദേശിക നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നതെന്നൊക്കെ തന്നെയും ഈ രാധയും മക്കളും വ്യക്തമാക്കിയിരുന്നു. ഈ സംഭവത്തിലാണ് കഴിഞ്ഞ ദിവസമാണ് രാധയുടെ പറമ്പിൽ തേങ്ങയിടുവാനായി പണിക്കാരെ കൊണ്ടുവരുന്ന സമയത്ത് ചില രാധയുടെ മകൾ ബീന നമ്മളോടൊപ്പം ചേരുകയാണ്. ബീന, കേൾക്കാമെന്ന് കരുതുന്നുണ്ട്. എന്തായാലും ഈ CPMന്റെ ഊരുവിലക്ക് ഉണ്ടായതിനെ തുടർന്ന് നിങ്ങൾ പരാതി കൊടുത്തു എന്നാണ് അറിയുന്നത്. ഞങ്ങൾ ജനം ടിവിയാണ് ഈ വാർത്ത ആദ്യം തന്നെ പുറത്തുവിട്ടത്. അപ്പോൾ ഈ ആക്രോശിക്കുന്നതും തെറി വിളിക്കുന്നതും ഒക്കെ തന്നെ കേട്ടായിരുന്നു. അതും കേട്ടാൽ തന്നെ അറയ്ക്കുന്ന രീതിയിലുള്ള തെറികളാണ് നിങ്ങൾക്ക് നേരെ ഇവർ നടത്തിയത്. ഹലോ സർ, ഓക്കെ, കേൾക്കാം, പറഞ്ഞോളൂ. ഇന്നലെ ശനിയാഴ്ച ഉണ്ടായ സംഭവമായിരുന്നു. ഒരു തെങ്ങുകയറ്റ തൊഴിലാളിയെ മർദ്ദിച്ചു. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. എന്നാണ് പറയണ്ടേ സർ? നിങ്ങൾ എന്തു പേര് പറഞ്ഞിട്ടാണ് ഇവരിങ്ങനെ ഊരുവിലക്ക് നടത്തിയത് CPM പ്രവർത്തകർ? നമ്മള് ഒരു പുരക്കളി പറമ്പിൽ നമ്മളെ പറമ്പിൽ അവര് പുരക്കളി കളവുണ്ട്. അങ്ങനെ അവർ ഈ പുരക്കളി കളിക്കുന്ന പറമ്പിന്റെ മുകളിൽ കൂടെയാണ് റോഡ് പോകുന്നത്. അതുകൊണ്ട് നമ്മള് ആ റോഡിന് കൺസെന്റ് കൊടുത്തില്ല. അതിന്റെ പേരിലാണ് ഊരുവിലക്ക് കൽപ്പിച്ചത്. ശരി, അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. കാരണം മുൻപ് നിങ്ങളൊരു ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഇപ്പോൾ ബീനയുടെ അമ്മ രാധ എന്ന് പറയുന്നത് കയ്യൂർ സമരസേനാനിയായ എലീച്ചി കണ്ണന്റെ കൊച്ചുമകളാണ്. നിങ്ങൾക്ക് നേരെയാണോ ഈ CPM പ്രവർത്തകർ ഇത്തരത്തിലൊരു ആക്രോശം അഴിച്ചുവിടുന്നതും? അവര് നമ്മള് പാർട്ടി ഗ്രാമമാണ്. അവിടെ അവര് ഒരു തീരുമാനം എടുക്കും, അത് അവരുടെ നടപ്പിലാക്കും. നമ്മളെ കൺസെന്റ് ഒന്നും അവർക്ക് ആവശ്യമില്ല. അങ്ങനെയാണ് ഇത് സ്റ്റാർട്ടിങ്ങിൽ വന്നത് പ്രോബ്ലം. പാർട്ടി ഗ്രാമം എന്ന് പറഞ്ഞ എന്തും ചെയ്യാൻ ആണോ CPMന്റെ? എന്തും ചെയ്യും. അവര് തീരുമാനിച്ചത് അവരവിടെ നടപ്പിലാക്കും, എന്തും ചെയ്യും. ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ തന്നെ എടുത്ത വീഡിയോ ആണെന്ന് തോന്നുന്നു. ആ വീഡിയോ നിങ്ങൾക്ക് പുറത്തു പറയുന്നുണ്ട് ഒരാള്, പിണറായിയുടെ നാടാണ് ഭരിക്കുന്നതെന്ന് ഓർത്തോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെങ്ങ് കയറാൻ വന്ന തൊഴിലാളിയെ അടക്കം ആക്രമിക്കുകയാണ്. നിങ്ങൾ പരാതി കൊടുത്തതായിട്ടാണ് അറിയുന്നത്. പോലീസ് എന്താണ് പറയുന്നത് ഇതില്? പോലീസ് ആദ്യം നീലേശ്വരം പോലീസ് സ്റ്റേഷനിൽ അവരൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് നമ്മൾ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിന്റെ അടുത്തേക്കാണ് പരാതി കൊടുത്തത്. ഇന്നലെ നമ്മള് നീലേശ്വരം പോലീസ് സ്റ്റേഷനിൽ ആദ്യം പരാതി കൊണ്ടുകൊടുത്തു. മകൾക്ക് നേരെ അസഭ്യം പറഞ്ഞത് കൊണ്ട് നീലേശ്വരം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. നീലേശ്വരം പോലീസ് സ്റ്റേഷനിൽ ആദ്യം പരാതി കൊടുത്തിട്ട് അവരെന്താണ് പറഞ്ഞത്? അവിടെ നീലേശ്വരം പോലീസ് സ്റ്റേഷനിൽ പോലീസ് വന്നതുകൊണ്ട് അവർ പറഞ്ഞു, കോടതി ഇഞ്ചക്ഷനെല്ലാം പറമ്പല്ലേ, നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റൂല, ഇഞ്ചക്ഷൻ വാങ്ങിയിട്ട് നിങ്ങൾ വാ, അതിനുശേഷം നമുക്ക് തേങ്ങ പറിക്കാന്നാ പറഞ്ഞത്. അതായത് ബീന, ഈ പോലീസിനും ഭയമാണോ ഈ CPM പ്രവർത്തകരെ? ഹലോ,
ബീന പറയുന്നത് കേൾക്കാമോ? അതായത് ഈ പോലീസിന് പോലും ഭയമാണോ ഈ CPM പ്രവർത്തകരെ? ആ അത് ഫുള്ള് അത് എല്ലാരും ഒരുപോലെ ചില സമയത്തൊന്നും നല്ല ആൾക്കാർ വന്നാൽ കഴിഞ്ഞ ഫെബ്രുവരി 26 ഇതുപോലത്തെ ഒരു പ്രശ്നമുണ്ട്. അതിന് വളപ്പിൽ പണിയെടുക്കുന്ന ആളെ ഇവര് പണിയെടുക്കുന്നത് തടഞ്ഞു. എന്നിട്ട് പോലീസ് വന്നിട്ടാകുമ്പം അവർ പറഞ്ഞു അവരെ പണിക്കാരെ വിളിക്കുക. ചെറിയൊരു പണിയാണ്, പൈപ്പിന്റെ ഒരു പണിയാണ്. അപ്പം 3 ദിവസം പണിയെടുത്തിട്ടുണ്ടായി. അപ്പം അതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു അവരെ വിളിക്കുന്നത്, പണിക്കാരെ വിളിക്കുന്നത്. അപ്പം അങ്ങനെ നല്ല പ്രതികരണം ഉള്ളവരും ഉണ്ടായിട്ടുണ്ട്. ചില സമയത്ത് ഇവരെടുത്തുന്ന എല്ലാ കാര്യങ്ങളും കേട്ടിട്ടാണ് നമ്മളെ വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവരൊരു തരത്തിലും പ്രതികരിക്കുക. ജെന്യൂനായ കാര്യം നമ്മൾ കൊടുത്താലും ചിലപ്പോൾ ചില സമയത്ത് ഇവർക്ക് പരിഗണിക്കാൻ വിഷമാണ്. നമ്മൾ സത്യമായ കാര്യങ്ങൾ ഇവരടുത്ത് പറഞ്ഞാലും കുറച്ച് ദിവസങ്ങൾ കഴിയും. പക്ഷെ ഇവർക്ക് നമ്മൾക്ക് എതിരെയിടുന്ന കേസാണെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ അവരത് ചെയ്യുകയും ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞതുപോലെ CPM നേതാക്കളെ, പ്രാദേശികമായ CPM നേതാക്കൾ ഈ പോലീസിനെ പോലും ഭയപ്പെടുത്തി വെച്ചിരിക്കുന്നു. അതെ സാർ. ഇതൊന്നും ഇത് നേരത്തെയും നിങ്ങൾക്കെതിരെ ഇത്തരം പ്രവർത്തികളുമായിട്ട് ഈ CPM മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് തോന്നുന്നു അല്ലേ? ഒരുപാട് പ്രാവശ്യമായി. ഇപ്പൊ 8 വർഷമായി നമ്മള് വയസ്സായ ഒരു അമ്മ ദിവസം ഇങ്ങനെ ഈ പറമ്പിലെ തേങ്ങകളും മഴക്കാലത്തും വേനൽക്കാലത്തും പറക്കി ഇടണം. അപ്പൊ നിങ്ങൾ വിചാരിച്ചു ഇപ്പം വളപ്പിൽ വെള്ളടിക്കുന്ന സമയത്ത് നമ്മള് അതിന്റെ ചുവട്ടിൽ നിൽക്കൂല, വെള്ളം അവിടെ വെച്ചിട്ട് വരും, തേങ്ങ തലക്ക് വീഴും എന്ന് വിചാരിച്ചിട്ട്. ആ അമ്മക്ക് 70 വയസ്സാണ് ഇപ്പം പ്രായം. ഇങ്ങനെ ഒരു 2016 മുതൽ ഈ കാലഘട്ടം വരെ നമ്മളിത് ശരി, വളരെയധികം നന്ദി ശ്രീലീന പ്രതികരിച്ചില്ല. എന്തായാലും വയോധികയാണോ വൃദ്ധയാണോ എന്നൊന്നും പോലും നോക്കാതെയാണ് ഇത്തരത്തിൽ CPM അക്രമങ്ങൾ അഴിച്ചുവിടുന്നത് എന്ന് തന്നെയാണ് വീണ്ടും വീണ്ടും പറയാനുള്ളത്. കാരണം CPM എന്ന് പറഞ്ഞൊരു കുടുംബത്തിലുണ്ടായിരുന്ന അവർക്കെതിരെയാണ് ഇത്തരത്തിൽ ഊരുവിലക്ക് ഭീഷണിയുമായി എത്തുന്നത്. കേട്ടാൽ അറയ്ക്കുന്ന തെരുവിളി അഭിഷേകം വരെയാണ് ഇന്നലെ നടത്തിയത്. എന്തായാലും ഈ വാർത്ത ജനം TV ആണ് പുറത്ത് കൊണ്ടുവന്നത്. അതിനുശേഷം ഇപ്പോൾ ഈ CPMന്റെ ഊരുവിലക്ക് നേരിട്ട കുടുംബം കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ബീന എന്നോട് പ്രതികരിച്ചത്. രാധയുടെ മകളായ ബീനയുടെ പ്രതികരണമാണ് കേട്ടത്. പക്ഷേ എന്നാൽ പോലും ഈ പോലീസ് ഇടപെടൽ അവിടെ നടത്തുന്നില്ല. പോലീസിന് പോലും ഈ CPM പ്രവർത്തകരെ ഭയമാണ്, അവരെയൊക്കെ തന്നെ അടക്കി വെച്ചിരിക്കുകയാണ് CPM എന്നാണ് ബീന നമ്മളോട് പ്രതികരിച്ചത്. എന്തായാലും ഇത്തരത്തിലേക്ക് കടക്കാൻ കഴിയില്ല. കാരണം ഇത് കേരളത്തിൽ നടന്ന ഒരു സംഭവമാണ്. പിണറായിയാണ് ഭരിക്കുന്നത് എന്ന് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അങ്ങനെ ആക്രോശിച്ചുകൊണ്ടൊക്കെയാണ് ഈ ജനങ്ങൾക്ക് നേരെ അടുക്കുന്നതും സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും അവിടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കണ്ടുവരുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന.